ഇപ്പോൾ അവർക്കിടയിൽ ആ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ പ്രശ്നമായിട്ടുണ്ട്. ഈ വിസ്റ്റം വിഭാഗത്തിനെ വിമർശിച്ചുകൊണ്ട് സംവാദത്തിൽ ഇവർ പരാജയപ്പെട്ടുവെന്നും സുന്നികൾ വിജയിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ വിഭാഗം സുബൈർ മങ്കടയുടെ വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കാൻ പോവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. പ്രിയമുള്ളവരെ, ചെറുവാടിയിലെ സംവാദം കഴിഞ്ഞു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. ഈ സംവാദം കഴിഞ്ഞതോടെ മുജാഹിദ് ഗ്രൂപ്പുകൾക്കിടയിൽ വീണ്ടും ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. അടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒരു ട്രാപ്പായിരുന്നു. വിസ്റ്റം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വിഭാഗമുണ്ട്. അവർ വാദിക്കുന്നത്, അതായത് സുബൈർ മങ്കടയുടെ ടീം, മുഹ്സിൻ ഐദി, ഇതൊക്കെ അതിലാണ്. അവർ വാദിക്കുന്നത് സംഘടന രൂപീകരിക്കൽ ബിദഅത്താണ് എന്നാണ്. അതായത് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത് ബിദഅത്താണ് എന്ന് അവർ പറയുന്നത് പോലെ തന്നെ സംഘടന രൂപീകരിക്കൽ ബിദഅത്താണ് എന്നതാണ് അവരുടെ വാദം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇവരൊരു ആയത്ത് വെച്ചുകൊണ്ടാണ് സംഘടന രൂപീകരിക്കാൻ തെളിവ് പറയുന്നത്. ആര്? വിസ്റ്റം വിഭാഗം എന്നല്ല, മുജാഹിദിൻ്റെ എല്ലാ വിഭാഗവും. അതായത് പഴയകാലത്തെ അൽമനാറിൽ തന്നെ വൽതകും മിൻകും ഉമ്മ എന്ന് തുടങ്ങുന്ന ആയത്ത് ആണ് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് അൽമനാറിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടാക്കുന്നത്, സംഘടന ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഈ സംഘടന ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക കൈഫിയത്തുണ്ട്, രൂപമുണ്ട്. നബിദിനാഘോഷത്തിൽ എന്തെല്ലാം ഇവർ ചാർത്തി പറയുന്നോ, വിദഅത്താകാനുള്ള കാരണങ്ങളായി പറയുന്നോ, അതൊക്കെ ഈ അൽമനാർ വിശദീകരിച്ചത് പ്രകാരം സംഘടന ഉണ്ടാക്കാൻ ഉണ്ട്. അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോയതാണ് സുബൈർ മങ്കടയുടെ ടീം. അദ്ദേഹം ഒരു വിശദമായ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കിട്ടും. സംഘടന ബിദഅത്താണ്, തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുബൈർ മങ്കട വളരെ വിശദമായിട്ട് ആയത്തും ഹദീസും വെച്ചുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. അവിടെ ഈ വൽതകും മിൻകും ഉമ്മ എന്ന് തുടങ്ങുന്ന ആയത്തിനൊക്കെ അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചൂണ്ട. അവിടെ കൃത്യമായിട്ട് ഫൈസൽ മൗലവി അത് കൊത്തിയാലും കൊത്തിയിട്ടില്ലെങ്കിലും കുടുങ്ങും. ആ ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ജസീൽ കമാലിയാണ് ആ ചോദ്യം ആദ്യമായിട്ട് തൊടുത്തു വിട്ടത്. അതിൽ ഫൈസൽ മൗലവി കൊത്തുകയും കുടുങ്ങുകയും ഇപ്പോൾ അവർക്കിടയിൽ, ആ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ പ്രശ്നമായിട്ടുണ്ട്. ഈ വിസ്റ്റം വിഭാഗത്തിനെ വിമർശിച്ചുകൊണ്ട് സംവാദത്തിൽ ഇവർ പരാജയപ്പെട്ടുവെന്നും സുന്നികൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ വിഭാഗം സുബൈർ മങ്കടയുടെ വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് അവിടെ ആദ്യത്തെ ചോദ്യം, അതിൻ്റെ പ്രസക്തി എന്തായിരുന്നു, എന്താണ് ഞങ്ങളിട്ട ആ ട്രാപ്പ് എന്ന് ഒന്ന് കണ്ടു നോക്കി. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിന് ഇവർ പറയുന്നത് വിഷയാവതരണത്തിലും പറഞ്ഞത് അത് സ്വഹാബത്തിന് പരിചയമല്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവർ തന്നെ, നിങ്ങളുടെ നേതാക്കൾ കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ ഉണ്ടാക്കിയത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ്. ആയത്തിനാണ് തെളിവ്. ഏതാ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന ആയത്ത് ഓതിയിട്ട് ഇവർ നമ്മൾ ഓതുമ്പോൾ പറയും ഫല്യഫറഹു, അത് അംറല്ലേ, അത് വുജൂബിനല്ലേ എന്നൊക്കെയാണ് ഇവർ പരിഹസിക്കാറുള്ളത്. ഇനി നോക്കുക, ഈ ആയത്ത് തെളിവാക്കിയാണ് എന്ന് നിങ്ങൾ സംഘടന രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ അൽമനാറു തന്നെ തെളിയിക്കുകയാണ്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി അതിന്റെ ഒറിജിനൽ കോപ്പി അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കാനുള്ള തെളിവ് പറഞ്ഞത്. ഇത് ഏത് സ്വഹാബി പറഞ്ഞു? ഇത് താബിഈങ്ങൾ പറഞ്ഞോ? ഇതിനൊന്നും ആവശ്യം. പിന്നെ സംഘടന ഉണ്ടാക്കാൻ തെളിവ് ഈ ആയത്ത്, അത് ആരെ പറഞ്ഞു? ഇവിടെ സംഘടന അല്ല വിഷയം. ഇവിടെ ആ സംഘടന കാട്ടിക്കൂട്ടാൻ ഈ ഖുറാഫാത്ത വിഷയം, അതാ ഇവിടെ വിഷയം. സംഘടന ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ മൊത്തം ശിർക്കിലേക്കും ഖുറാഫാത്തേക്കും കൊണ്ടുപോകണ്ടല്ലോ. ആ ശിർക്കും ഖുറാഫാത്തും എവിടുന്ന് കിട്ടി? അത് ദീനിലുണ്ടോ? അതാ വിഷയം. ഇവിടെ
ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ഫൈസൽ മൗലവി നടത്തിയ പകിടകളി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആയത്തിലുള്ളത് അമ്രാണ്. ഇതിൽ നമ്മളോട് ചോദിക്കും ഫല്യഫ്രഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നുള്ളതിൽ അമ്രാണല്ലോ. അപ്പോൾ നബിദിനാഘോഷം നിർബന്ധമായി വരില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇവർ സംഘടന ഉണ്ടാക്കാൻ എന്താണ് ആയത്ത്? അവിടെയും അമ്രാണ്. അപ്പോൾ ഇത് എങ്ങനെ ശരിയാകും? ആയത്തുണ്ടാക്കുമ്പോൾ ഈ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് സംഘടന ഉണ്ടാക്കണേ. ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് സംഘടന ഉണ്ടാക്കണേ. നോക്കണം നിങ്ങൾ. അതേപോലെ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് നബിദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ ഒന്ന് പറ്റും ഒന്ന് പറ്റൂല, ഇങ്ങനെ ഉണ്ടോ നിയമം? അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് പിടികൂടിയത്. മാത്രമല്ല അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് മുജാഹിദുകളെ സംബന്ധിച്ച്. കാരണം അവരിൽ നിന്നൊരു വിഭാഗം തെറ്റിപ്പോകാൻ വേറെ സംഘടന ഉണ്ടാക്കാൻ തന്നെ കാരണം സംഘടന വിധേയത്താണ് എന്നതാണ്. സംഘടന വിധേയത്താണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വേറെ സംഘടന ഉണ്ടാക്കി. അതാണ് ഒരു വിഭാഗത്തിൻ്റെ കോമഡി. അത് വിഷ്ടത്തു നിന്ന് പോയ വിഭാഗമാണ്. സംഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർ സംഘടന ഉണ്ടാക്കി എന്ന് വരുത്തി തീർക്കാതിരിക്കാൻ സെക്രട്ടറിയെ പ്രസിഡൻറ്റിനെ ഒന്നും നിയമിച്ചില്ല എന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആകുമ്പോഴാണ് സംഘടന ആകുക എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് പോയിട്ട് സംഘടിച്ചു. അങ്ങനെ ഒരു കോമഡി അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ ഈ ചോദ്യം. അവിടെയാണ് ഈ കെണിയിൽ അവർ കുടുങ്ങിയത്. ഇനി അതിന് ഫൈസൽ മൗലവി മറുപടി പറയുന്നത് അത് ഇബാദത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് മറിയുന്നുണ്ട്. അതിന് ജസീൽ കമാൽ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. കേട്ടോക്കി. അല്ലെ, സംഘടന ഉണ്ടാക്കൽ ഇബാദത്താന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നബിദിനാഘോഷം ഇബാദത്താണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് ചർച്ച ഇവിടെ സംഘടന ഉണ്ടാക്കൽ ഇബാദത്താ പറഞ്ഞിട്ടില്ല. സംഘടന ഉണ്ടാക്കാൻ ആമായ തെളിവ് മതി. ആ തെളിവാണ് ഈ ആയത്ത് പോലത്തക്കും മിക്കും ഉമ്മ. നിങ്ങളുണ്ടായിക്കോളി, നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് പറയാം ഇത് ഓരോന്നും ചെയ്തിട്ടില്ലെങ്കിൽ നല്ലത് തന്നെയാണ്, അതിന് ആയത്തിൻ്റെ ഹദീസ് ഉണ്ട്. അത് ചേളാരി സമസ്താനത്ത് പറയാൻ പറ്റും, ഉമ്മത്തിനോട് പറയാൻ പറ്റൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് ചോദ്യം ചോദിക്കി, അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞുതരാം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചോദ്യം ആദ്യം വൈജ്ഞാനിക ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഉസൂലുമ തൊട്ടപ്പോൾ പൊള്ളി. എന്തിനാ ആ ആയത്ത് ഞങ്ങൾ ഇവിടെ ഓതിയത്? നിങ്ങളുടെ അൽമനാറിൽ നിങ്ങൾ രേഖപ്പെടുത്തിയത് എന്താണ്? വൽതകുൻ ഉമ്മത്തുൻ എന്ന ആയത്ത് ഓതിയിട്ട് അത് സംഘടനയുണ്ടാക്കാൻ തെളിവാണ്. അത് സംഘടനയുണ്ടാക്കാൻ ആമായ ആ ആയത്തിന്റെ തഹ്തിലാണ് നിങ്ങൾ സംഘടനയുണ്ടാക്കാൻ അത് തെളിവ് പറഞ്ഞത്. നീയത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ലേ ഇമാമുമാര് പറഞ്ഞത്? എവിടെ പോയി? ഇവിടെയാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ നോക്കണം. അപ്പോ സംഘടന ഉണ്ടാക്കാൻ സ്വഹാബത്തിന്റെ ആവശ്യമില്ല. നിങ്ങളായി 3:15 വാക്കിലൊക്കെ 18 വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നോക്കണം, വളരെ കൃത്യമാണ്. നമ്മുടെ വാദത്തിൽ നിന്നും വിഷയാവതരണത്തിൽ നിന്നുമാണ് ചോദ്യം. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ സംഘടനയുണ്ടാക്കിയത്. നിങ്ങളുടെ അൽമനാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ചോദിക്കണില്ല ഇവിടെ സംഘടന ഉണ്ടാക്കലാണോ പ്രശ്നം? അല്ല, നിങ്ങൾ അതിനു വേണ്ടി പറഞ്ഞ ഉസൂൽ എന്താണ്? ആ ഉസൂലിനെ തൊട്ടപ്പോ നിങ്ങൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറി തെന്നി മാറാനുള്ള ശ്രമമാണ്. ഞങ്ങൾ അതിനനുവദിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ഉസൂലിൽ നിന്നാണ് ഞങ്ങളെ ചോദ്യം വന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. സംഘടന ഉണ്ടാക്കാൻ അപ്പോൾക്ക് തെളിവിന്റെ ആവശ്യമില്ല. വേണ്ട. നിങ്ങളുടെ AP അബ്ദുൽ ഖാദർ മൗലവി എന്താണ് എഴുതി വെച്ചത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അംഗീകൃതമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ നിശ്ചയിക്കുന്നത് സ്വീകാര്യമല്ല. പറ്റൂല എന്നാ പറഞ്ഞത്. സംഘടനക്ക് നിങ്ങൾക്ക് വേറെ തെളിവും പിന്നെ നബിദിനത്തിന് വേറെ തെളിവും. ആമായ ആ ആയത്തിന്റെ തഹ്തിൽ നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ തെളിവ് കിട്ടുകയാണ്. അപ്പൊ നമുക്കത് പറ്റൂല, നിങ്ങൾക്കത് പറ്റും. ഇത് എവിടുത്തന്നെയായ വളരെ കൃത്യമാണ്. വിഷയത്തിന്റെയും വാദത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുമ്പോ അപ്പൊ ദേഷ്യം വരിക. മര്യാദക്ക് ചോദ്യം ചോദിച്ചോന്നാ പറഞ്ഞത്. ചോദ്യം അകത്തിറച്ചിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ നേതാവ് തന്നെ എഴുതിയിട്ടുണ്ട് പ്രത്യേകമായ രൂപം നിശ്ചയിക്കാം, പ്രത്യേകമായ സമയം നിശ്ചയിക്കാം. ഇതൊക്കെയാണ് ബിദഅത്താകാനുള്ള മാനദണ്ഡം. അപ്പോൾ ഇവിടെ സംഘടന ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായ രൂപം നിശ്ചയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സമയം നിശ്ചയിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമാമുമാർ വിശദീകരിച്ചത് ഏതൊരു നല്ല പ്രവൃത്തിയും ദീനിയായ പ്രവൃത്തി നിയ്യത്ത് കൊണ്ട് ഇബാദത്തായി മാറുന്നതാണ്. അപ്പോൾ സംഘടന ഉണ്ടാക്കൽ പോലും എന്താണ്? ഒരു ഇബാദത്താണ്. നമ്മളിപ്പോൾ ജോലിക്ക് പോവാണ്,
ആ നീയത്ത് കൊണ്ട് അത് ഇബാദത്തായി മാറും. അതുപോലെ നിക്കാഹ് പോലും ഇബാദത്തായി മാറും. എന്തിനേറെ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം പോലും നീയത്ത് കൊണ്ട് ഇബാദത്തായി മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സംഘടന ഉണ്ടാക്കലൊക്കെ ഒരു ഇബാദത്താണ്. നീയത്ത് കൊണ്ട് അത് ഇബാദത്തായി മാറും. ഫൈസൽ മൗലവി പറഞ്ഞ ഇബാദത്തല്ല എന്നാണ്, വിവരക്കേട് എന്നല്ലാതെന്ത് പറയാണ്. സംഘടന ഉണ്ടാക്കൽ പോലും ഇബാദത്താണ്. കാരണം അതിൻ്റെ ലക്ഷ്യം എന്താണ്? ദീന് പ്രചരിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അത് ഒരു ഇബാദത്താണ്, അതിന് പ്രത്യേക കൈഫിയത്തും ഉണ്ട്. അപ്പോൾ ഇവരുടെ നേതാക്കൾ എഴുതിയ ഭാഷയിൽ പറഞ്ഞാൽ അത് 1-ാം നമ്പർ വിദഅത്താണ്. അപ്പോൾ നബിദിനാഘോഷം വിദഅത്താണ് എന്ന് പറയാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ ഇവർ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഉണ്ട് സംഘടന ഉണ്ടാക്കുന്നതിലും. അതുകൊണ്ടാണല്ലോ സുബൈർ മങ്കടയുടെ ടീം തെറ്റിപ്പോയത്. ഇനി ആ ടീമിൽപ്പെട്ട സുബൈർ മങ്കടയുടെ ടീമിൽപ്പെട്ട ഒരാൾ ഈ സംവാദം കഴിഞ്ഞ പാടും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വായിക്കാം. അത് ഞാൻ വായിച്ചു തരാം. അതാണ് ഏറ്റവും രസം. ബഷീർ പുത്തൂർ എന്ന് പറയുന്നൊരു മൗലവി ഒരു പോസ്റ്റ് ഇട്ടാണ്, അത് കേട്ടോളിങ്ങൾ. അതായത് മറുവിഭാഗം മുജാഹിദ് ഇതിനെ വിലയിരുത്തുന്നതാണ്. ഈയിടെ നടന്ന വിസ്റ്റം സമസ്ത ചെറുവാടി സംവാദമാണ് പശ്ചാത്തലം. വിസ്റ്റം: നബിദിനാഘോഷത്തിന് തെളിവായി നിങ്ങൾ ഉന്നയിക്കാറുള്ള ആയത്ത് നബിദിനാഘോഷത്തിനുള്ള തെളിവായി നബിയോ സ്വഹാബികളോ താബിയുകളോ മനസ്സിലാക്കുകയോ അമൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതാണിപ്പോൾ വിസ്റ്റത്തിൻ്റെ വാദം. അതായത് നമ്മൾ ഓതുന്ന ആയത്ത്, ആ ആയത്ത് സ്വഹാബത്തിനും താബിയുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഇവർ സാധാരണ പറയുന്നതാണ്. ഇത് കേട്ടപ്പോൾ വിസ്റ്റം ക്യാമ്പിൽ ഹർഷാരവം. സമസ്ത വെള്ളം കുടിച്ചത് തന്നെ. എല്ലാവരും ആഹ്ലാദഭരിതരായി മറുപടിക്കായി കാത്തിരിക്കുന്നു. സമസ്ത മുസ്ലിയാർ: അങ്ങനെ ആണെങ്കിൽ കേരള ജമിയത്തുൽ ഉലമ സംഘടന ഉണ്ടാക്കാൻ തെളിവായി ഉദ്ധരിക്കാറുള്ള വൽതക്കും മിൻകും ഉമ്മ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആലിമ്രാനിലെ ആയത്ത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവായി നബിയോ സ്വഹാബികളോ താബിയുകളോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിസ്റ്റം പക്ഷത്തിന് ചിരിമാഞ്ഞ് ശ്മശാനമൂകത, ട്രൗസറിൽ അപ്പിയിട്ട പ്രതീതി, ഇതൊക്കെ ഇയാളെ എഴുതിയ ഭാഷയിൽ വായിക്കാട്ടോ. ഫൈസൽ മുസ്ലിയാർ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ബബ്ബ. ഇത് സുന്നിയാളെ എഴുതല്ല, മറ്റേ വിഭാഗം സംഘടന ബിദഅത്താന്ന് പറഞ്ഞ ആ വിഭാഗവർക്ക് എഴുതിയ മറുപടിയാണ്. അതായത് നിങ്ങളിട്ടാൽ വള്ളിക്കളസം, നമ്മളിട്ടാൽ ബർമുട, എങ്ങനെ ഇരിക്കണ്? അതാണ് പ്രമാണത്തിൻ്റെ മുമ്പിൽ അവനവൻ്റെ ഓഞ്ഞ ബുദ്ധിയും യുക്തിയും കൊണ്ട് പോയി വെച്ചാലുള്ള അവസ്ഥ. നബിദിനം ബിദഅത്താണെങ്കിൽ നിങ്ങളുടെ സംഘടനയും ബിദഅത്ത്. മുഴുവൻ സംഘടനാവാദികൾക്കും ചെക്ക് വെച്ച് മുസ്ലിയാർ കൂളായി ഇറങ്ങിപ്പോയി. കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇവരുടെ ഇടയിൽ തന്നെ അതൊരു പ്രശ്നമായിരിക്കുകയാണ്. രണ്ട് ടീമും തമ്മിൽ തല്ലാൻ തുടങ്ങി. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അവസ്ഥ എടുത്തോ. നമ്മുടെ ഉസ്താദുമാരെത്ര വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് ഒരു ദിവസത്തെ 2 ദിവസത്തെ ഒന്നും ഓപ്പറേഷനല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിരിക്കുന്ന ടീം വർക്കുണ്ട്. കൃത്യമായിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുടെ കൃത്യമായിരിക്കുന്ന ഇടപെടലുകളുണ്ട്. ഇതൊരു വലിയ വിജയമായി തീരാനും അവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഇസ്സത്ത് കിട്ടാനും വളരെ കുശാഗ്ര ബുദ്ധികളായ നമ്മുടെ അഭിമാനങ്ങളായ ഉസ്താദുമാർ എത്ര മനോഹരമായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് നോക്കൂ. ഒന്നാമത്തെ ചോദ്യത്തിലിട്ട വലിയ ട്രാപ്പ്, ആ ട്രാപ്പിൽ 2 സംഘടനകൾ തമ്മിൽ അടിയായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ അവലോകനം ചെയ്യും. ഓരോന്നിൻ്റെയും അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളും അതുകൊണ്ട് ഉണ്ടായ നേട്ടങ്ങളും ഞങ്ങൾ പറയും. കമ്പിൽ സംവാദത്തിൽ ഞങ്ങളുടെ ഉസ്താദുമാർ കുഴിച്ചു മൂടിയ ഒരൊറ്റ ചോദ്യവും ഇവിടെ ചെറുവാടിയിൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. കാരണം സാധാരണ ഫസ്റ്റ് വന്നാൽ ഇവർ ചോദിക്കൽ ആയത്തുണ്ടോന്നാ. ആയത്ത് ചോദിച്ചാൽ പറയും അതിന് തഫ്സീർ ഉണ്ടോയെന്ന്. പക്ഷേ ഇവിടെ നിങ്ങൾ കേട്ടോ,
ചോദ്യത്തിൽ ആയത്തുണ്ടോ എന്ന് ഫസ്റ്റ് ചോദിച്ചില്ല, എല്ലാ പ്രമാണവും കൂടി അവർക്ക് ചോദിച്ചു. പക്ഷേ സാധാരണ ചോദിക്കുന്നത് പോലെ ഇസ്തിഹാസമാണെങ്കിൽ ഫസ്റ്റ് ചോദിക്കൽ ആയത്താ, പിന്നെ ഹദീസ്, പിന്നെ ഖിയാസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ അത് കാണാൻ സാധിച്ചില്ല. കാരണം അത് ചോദിച്ചാൽ കുടുങ്ങുമെന്ന് അവർക്കറിയാം. അത് നമ്മുടെ ഉസ്താദുമാർ കമ്പിൽ തന്നെ അവരുടെ ചോദ്യങ്ങളെ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വയ്യെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.